നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറച്ച് ഷോപ്പ് ഓണേഴ്സിനെ ജഗൻജി റെഡിയാക്കി നിർത്തുക. അവരുടെ ഷോപ്പുകളിൽ മായം ചേർത്ത കറി പൗഡറുകൾ എത്തിക്കണം. ജഗൻജിയുടെ ആദ്യത്തെ ഡ്യൂട്ടി കുറെ വർമ്മ സ്പൈസസിന്റെ പാക്കറ്റുകൾ പോലെ തോന്നിക്കുന്ന പാക്കറ്റുകൾ റെഡിയാക്കലാണ്. അത് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത നീക്കം. ഓക്കെ സർ. ഈ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഇടയില് ശ്യാമയും അമൃതയും ഒന്നാകാതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുറെ നേരമായല്ലോ എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് എന്താ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? എടുത്തി പറയാനുണ്ട്, പക്ഷെ അതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല എന്ന് നിൽക്കുവാ ഞാൻ. എങ്ങനെയാണെങ്കിലും ശരി, അതിപ്പോ പറഞ്ഞേ പറ്റൂ. ഞാൻ നേരിൽ കണ്ട കാര്യമാ. അന്ന് അനുമോള് കണ്ട കാര്യം പറഞ്ഞപ്പോ കണ്ടതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് നീ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ തന്നെ അത് നേരിട്ട് കണ്ടതാ. ഇനിയൊന്നും മറച്ചു വെക്കണ്ട. അശ്വതിയെക്കുറിച്ച് നിനക്ക് അറിയല്ലേ? അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഒന്നും തന്നെ ആരോടും പറയില്ല എന്ന് ഞാൻ അശ്വതി ചേച്ചിയോട് വാക്ക് പറഞ്ഞു പോയിരുന്നു. അതുകൊണ്ടാ ഞാൻ ആരോടൊന്നും പറയാത്തത്. ഞാൻ ഇപ്പൊ അശ്വതി ചേച്ചി ഫോൺ ചെയ്തു അനുവാദം വാങ്ങിക്കാനായിട്ട്. ഇനി എനിക്ക് സമാധാനത്തോടു കൂടി തന്നെ കാര്യങ്ങൾ പറയാം. പറ, അശ്വതി ആദ്യേട്ടനും തമ്മിൽ എന്താ ബന്ധം? എടുത്തി തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒരു ബന്ധവും അവര് തമ്മിലില്ല. സാഹചര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആദ്യേട്ടനെ സംശയിച്ചതാ. ആദ്യേട്ടന് അശ്വതി ചേച്ചി അറിയാം, അത് സത്യോ. പക്ഷെ അവര് തമ്മിൽ ഒരു തെറ്റായ ബന്ധവും ഇല്ല. വീണ്ടും നീ പച്ച കള്ളം പറയരുത്. നീ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാനേ നീ വേറെ ആളെ നോക്ക്. പലതും കണ്ണിന്റെ മുൻപിൽ കണ്ടതാ ഞാൻ. എന്നെ പറഞ്ഞു പറ്റിച്ച് എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ നീ നോക്കണ്ട. എടുത്തിയ ആദ്യേട്ടനെ അല്ല, നമ്മുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത്. അതുകൊണ്ടാ പല കാര്യങ്ങളും എനിക്ക് മറച്ചു വെക്കേണ്ടി വന്നത്. നിന്റെ സാഹിത്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. സത്യം പറ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ വിടില്ല. പറ, ആരാ അശ്വതി? അവളുടെ കുഞ്ഞ്, ആ ശ്രീകുട്ടി, ആ മോളുടെ അച്ഛൻ ആദ്യേട്ടനല്ലേ? അല്ല, ആ കുട്ടിയുടെ അച്ഛൻ അരുണേട്ടനാ. ശ്യാമേ, ശ്യാമേ, എന്താ നീ പറഞ്ഞ? അതേ എടുത്തി, ആദ്യേട്ടനുമായിട്ടല്ല, നമ്മുടെ അരുണേട്ടനുമായിട്ടാ അശ്വതി ചേച്ചിക്ക് ബന്ധമുള്ളത്. ആ ശ്രീകുട്ടി അവൾ അരുണേട്ടന്റെ കുഞ്ഞാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.